അപ്പോൾ ഗായ്സ് ദേ വീണ്ടും ഒരു ഉത്സവത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ തൈപ്പൂയ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനടുത്തുള്ള ഇടമുട്ട അമ്പലത്തിൽ തൈപ്പൂയ മഹോത്സവങ്ങൾ നല്ല ഗംഭീരമായിട്ട് നടന്നതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ വേൽ പ്രതിഷ്ഠിച്ച അമ്പലമാണ്. അപ്പോൾ വേൽ പ്രതിഷ്ഠ ആയതുകൊണ്ട് തന്നെ തൈപ്പൂയമാണ് നമ്മൾ മഹോത്സവമായിട്ട് ആഘോഷിക്കുന്നത്. ഈ അസുരന്മാരെല്ലാവരും ശക്തിയായിരുന്ന സമയത്തെ നമ്മുടെ മുരുകന് എല്ലാ ദേവന്മാരും കൂടി മകരമാസത്തിലെ ഈ പൂയം നാളിലാണ് വേല കൊടുക്കുന്നത്. ആ ദിവസം തന്നെയാണ് നമ്മുടെ മുരുകൻ നമ്മളെ ഭക്തിയോടെ കരുണയോടെ നോക്കുന്നത്. അങ്ങനെ നമ്മുടെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ഇത്ര നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ച് പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് വരാം കേട്ടോ. ഉത്സവത്തിൻ്റെ തലേ ദിവസമാണ് ഇട്ടത്. അപ്പം 4 ശാഖകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അതിലൊരു ശാഖയായ കഴിമ്പർ ശാഖയുടെ കാവടി ആഘോഷത്തിൻ്റെ ഒപ്പമാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ കാവടി താഴെ ഇറക്കാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഈ സ്പൈഡർമാനൊന്നും തൊട്ടൊക്കെ നോക്കാനായിട്ട്. വന്നപ്പോൾ തന്നെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഈ സ്പൈഡർമാനെ കണ്ടിട്ട്. അപ്പോൾ താഴെ ഇറങ്ങിയപ്പോൾ തന്നെ രണ്ടാളത് പോയി ഓടിപ്പോയി നോക്കുകയാണേ. ഈ കാവടിനെ കൊട്ടക്കാവടി എന്നാണ് പറയുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് വലിയ അറിവില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് പണ്ട് പനമ്പ് കൊണ്ട് അല്ലെങ്കിൽ കൊട്ടയൊക്കെ കൊണ്ട് ആണ് ഇതേപോലെയുള്ള കാവടികൾ ഉണ്ടായിക്കൊണ്ടിരുന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇത് നമ്മുടെ പീലി കാവടിയാണ് കേട്ടോ. അപ്പോൾ കാവടിയുടെ മുന്നിൽ വന്ന് നിന്നപ്പോൾ തന്നെ മിനിഹക്ക് അതിലൊന്ന് തൊട്ട് നോക്കണമെന്നുണ്ട്. ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇയാൾ വിഷയം മാറ്റി എൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു മോൻ പോയി തൊട്ടോ എന്ന് പറഞ്ഞപ്പോൾ പതുക്കെ പോയി അവിടെ നിന്ന് തൊട്ട് നോക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അങ്ങനെ ഈ സ്നേക്കിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ കണ്ടപ്പോൾ ഇയാൾ പതുക്കെ തൊടണോ വേണ്ടേ എന്നുള്ള രീതിയിലാണ് തൊട്ട് പിന്നെ അങ്ങോട്ട് മുഴുവനും തൊട്ടരക്കലൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതേ നമ്മുടെ കാവടി കണ്ടില്ലേ, നിറച്ചും മയിലിൻ്റെ പീലിയൊക്കെ വെച്ചിട്ടുള്ള കാവടി. അപ്പോൾ അതുകൊണ്ടാണ് പീലി കാവടി എന്ന് പറയുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇരുന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഡിസൈനുകളൊക്കെ നോക്കി ആ മയിൽപ്പീലിയുടെ തണ്ടില്ലേ അത് വെച്ചിട്ടാണ് ആ ചെയ്തത് മുഴുവനും കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവരെങ്ങനെയാണ് ഇത് തലയിൽ വെച്ച് ഇതിങ്ങനെ കറങ്ങുന്നതെന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പം ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രാത്രി ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒരു അമ്പലത്തിൻ്റെ ഗോപുരം പോലെ തന്നെയാണ് ഇത് ഒരെണ്ണം കാണുന്നത്. എല്ലാ കാവടികളും കാണാൻ കോമൺ ആണെങ്കിലും ഡിസൈനുകളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കണ്ട അതെ, ഇത് ഫുള്ളും ആ മയിൽപ്പീലിയുടെ തണ്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതേ മേറിൽ ഇൻസ്പെക്ഷന് വന്നിരിക്കുന്നത് പോലെയാണ് കേട്ടോ. ഓരോ കാവടിയും തൊട്ട് നോക്കി ടെസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നിനും വലിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇടയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ ഇവൾ പൊട്ടിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും അവളത് വലിച്ചു പറിച്ചെടുക്കുന്നത്. അതിൻ്റെ ഒരു പേടിയിലായിരുന്നു. പിന്നെ നമ്മൾ അധികം നേരം തൊടിക്കാൻ നിന്നില്ല. മേളങ്ങളുടെ കാര്യം പറയാനാണെങ്കിൽ 2 തരത്തിൽ മേളങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മുടെ സാധാ ചെണ്ട വെച്ചിട്ടുള്ളൊരു മേളം ഉണ്ടായിരുന്നു. പിന്നെ ഈ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണില്ലേ അതേപോലത്തെ ചെണ്ടമേളം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മൾ കുറച്ച് നേരം ചെണ്ടമേളങ്ങളൊക്കെ കേട്ടിട്ട് അധികം താമസിക്കാതെ തന്നെ വീട്ടിലേക്ക് പോയിട്ടോ. പിറ്റേ ദിവസമാണ് നമുക്ക് പകൽപ്പൂരം ഉള്ളത്. അതുകൊണ്ട് എന്തായാലും വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വേണം വരാനായിട്ട്. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ തന്നെയുള്ള ആദ്യത്തെ ചോദ്യം അമ്പലത്തിൽ പോകണ്ടേ പൂരത്തിന് പോകണ്ടേന്നാണ് കേട്ടോ. നമ്മളൊരു 10-11 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയ കൂട്ടത്തിൽ മീറിൻ്റെ കയ്യിൽ 10 രൂപയുണ്ട് കേട്ടോ. അമ്പലത്തിൽ നേർച്ചതാനാണെന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഏരിയയിലേക്കാണ് കേട്ടോ ഈ പൂരം വന്നിരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ശാഖയുടെ കാവടിയാട്ടാണ് ഈ കാണുന്നത്. അങ്ങനെ ഓരോ ശാഖയിൽ നിന്നും ഇതേപോലെ നടന്ന് ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട് അമ്പലത്തിലേക്ക് ദൂരം. അങ്ങനെ ഇതേപോലെ റോഡിൽ കൂടി നടന്ന് കാവടിയാട്ടമൊക്കെ ആയിട്ടാണ് പോകുന്നത്. നമ്മൾക്ക് അതിൻ്റെ ഒപ്പം കൂടി നടന്ന് പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഈ സെൻറ്ററിൽ നിന്ന് കാവടിയാട്ടങ്ങളൊക്കെ കണ്ടിട്ട് വണ്ടിയിലാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അങ്ങനത്തെ കാവടിയും ചെണ്ടമേളങ്ങളൊക്കെ ആയിട്ട് സെൻറ്റർ ശാഖയുടെ പൂരത്തെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഇതേപോലെ പൂരത്തിൻ്റെ ഒപ്പമാണ് അമ്പലത്തിലേക്ക് എത്തുന്നത്. നമ്മൾക്ക് ഇവർ രണ്ടാളും ഉള്ളത് കൊണ്ടും അതിശക്തമായ വെയിലും ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഇവരോടൊപ്പം നടന്നു പോകാൻ പറ്റാണ്ടാവുന്നത്. അപ്പോൾ എന്നാലും നമ്മളിവിടെ കുറച്ച് നേരം നിന്ന് കണ്ടിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. സാധാരണ പൂരം അമ്പലത്തിലേക്ക് പോകുന്നതിനോടൊപ്പം കാവടിയും പൂരവും ചെണ്ടമേളവും ആനയായിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. ഇത്തവണ ആനേനെ കണ്ടിട്ടില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ നോക്കിയിരിക്കുകയാണ്. മിനിഹയാണെങ്കിൽ ആന ഉണ്ടാവും എന്നുള്ളതിൻ്റെ ടെൻഷനിൽ ഇപ്പോഴേ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനിടെ
ഇടയ്ക്ക് ആ ഒരു അപ്പാപ്പ ആ കളിപ്പാട്ടം കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞേ. പിന്നീട് നമുക്കത് വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ വിഷമം ഓർത്തിട്ട് പിന്നെ തിരിച്ചു പോയി അത് വാങ്ങിച്ച് ഒരെണ്ണം കൊടുത്തിട്ടോ. ഒരു കളിപ്പാട്ടാണ് വാങ്ങിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ കരച്ചിലും ബഹളങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേറിലത് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. പിന്നെ അതേ കരച്ചിലിന് സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, മോനെ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് വാങ്ങാം, അമ്പലത്തിൽ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്, ഇതിലാകെ ഒരു കളിപ്പാട്ടമല്ലേ ഉള്ളൂ, അത് അവൾക്ക് പറ്റിയ മോഡലുമാണ്, മോനത് വലുതായത് കാരണം അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. വണ്ടി കുറച്ച് ദൂരം പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ നടന്ന് പോവുകയാണ്. ഇതുവഴി വണ്ടി പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ അമ്പലത്തിലെ അകത്ത് കുറച്ച് നേരം കയറി തൊഴുതിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവിടെ ആണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഈ ഫോട്ടോയിൽ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ തിരുത്താൻ പോയില്ല. അവൾ നോക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഫോട്ടോ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ മേറലിന് ഇപ്പം തന്നെ നേർച്ചയിടണം എന്നുള്ള രീതിയിൽ ബഹളം വെച്ചിട്ടാണ് കേട്ടോ. അവിടെ നിന്ന് പൈസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ വേഗം പോയി നേർച്ച ഇടിപ്പിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇവർക്ക് പിന്നെ നമ്മൾ എവിടെ പോയാലും ഒരു പേര് ഡ്രസ്സ് കൂടി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവള് തന്നെയാണ് പറഞ്ഞത്, അമ്മ ഈ ബാഗിൽ എടുത്താൽ മതി, ഞാൻ ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞ് അവൾ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നമ്മൾ അമ്പലത്തിൽ എത്തിയപ്പോഴേക്കും ഏതോ ഒരു ശാഖയുടെ പൂര ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാവടികൾ ഇത്രയും ദൂരം വന്നതിൻ്റെ ക്ഷീണത്തിലെല്ലാം ഇറക്കി വെച്ചിട്ട് വിശ്രമിക്കുകയാണ് ആളുകൾ. കാവടിയുമായി വന്നവരെല്ലാവരും വിശ്രമിക്കുകയാണെങ്കിലും ചെണ്ടമേളം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചാളുകൾ മാത്രമാണ് ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. കാവടിയും കുറച്ചേ എത്തിയിട്ടുള്ളൂ. കാരണം ഒരു ശാഖയുടെ മാത്രം കാവടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വെയിലിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല വെയിലാണ്. നമുക്ക് ഈ ഏരിയയിലൊന്നും കയറി നിൽക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കയറി നിൽക്കാൻ പറ്റുമോ, ഒതുങ്ങി നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടൊന്നും തണൽ കിട്ടുന്ന ഏരിയകളൊന്നുമില്ല. അധികം പേരും കുടകളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും 3 ശാഖകളുടെ കാവടിയൊക്കെ കൂടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാനുണ്ട്. എങ്കിലും ഇതേ കുട്ടികളൊക്കെ ഇപ്പോഴേ അവശതയായി തുടങ്ങിയിട്ട് നമുക്കിനി ഇത് കാണാൻ പറ്റാതെ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള വിഷമത്തിലാണ് കേട്ടോ ഞങ്ങളും. പിന്നെ വെള്ളം വിതരണം ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയും നമ്മളവിടെ കണ്ടില്ല. നമ്മൾ പിന്നെ കുറച്ചു നേരം അവൾ നോക്കി നിന്നിട്ട് പുറത്തേക്ക് പോവുകയാണ്. പുറത്ത് ഏതെങ്കിലും രീതിയിൽ കടകളുടെ ഫ്രണ്ടിൽ നിൽക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊരിക്കടയുടെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഹൈവേയുടെ സൈഡാണിത്. നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ തന്നെ ഇതേ അടുത്ത ശാഖയുടെ പൂരം വരുന്നതായിട്ട് കണ്ടിട്ടാ. അപ്പം അങ്ങനെ കുറച്ചു നേരം നോക്കി നിന്നപ്പോഴത്തേ ചെണ്ടയും മേളവും എല്ലാം കൂടിയിട്ട് ഇതേ പൂരം വന്നുകൊണ്ടിരിക്കുകയാണ്. വെയിൽ കാരണം ഇത് ഏത് ശാഖയുടെ പൂരാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാനൊക്കെ ആയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാവടിയൊക്കെ ഇതേ ചരിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് വരുന്നത്. അങ്ങനെ അതിൻ്റെ ഒപ്പം ആളുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളത്. 1.5 കിലോമീറ്ററോളം നടന്നിട്ടാണ് കേട്ടോ ഈ പൂരവും ഇതിനോടൊപ്പം ആളുകളും അമ്പലത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിനോടൊപ്പം നടന്നു വരുന്ന ആളുകൾക്കും ഓൾറെഡി അമ്പലത്തിലുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ കുറച്ചു നേരം കയറി നിന്ന് വിശ്രമിക്കാനായിട്ട് തണലൊരുക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷമാണല്ലോ ആ ഒരു മാറ്റം അടുത്ത പ്രാവശ്യം വരുത്തുന്നത്. അതുപോലെ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ഈ ഒരു മാറ്റങ്ങൾ നമ്മൾക്ക് കൊണ്ടുവരണമെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കഴമ്പ്ര ശാഖയുടെ പൂരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ചെണ്ടയുടെയും ആ കളറുകൾ പിന്നെ ഈ തിറ തെയ്യം അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ശാഖയുടെ പൂരം അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓരോ ആശികളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കരച്ചിലാണ്. അങ്ങനെ കാവടികളൊക്കെ നിറഞ്ഞു അമ്പലത്തിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. ഇനിയാണെങ്കിൽ നമ്മളെന്തോ നഷ്ടപ്പെട്ടതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ നടക്കുന്നത്. ഈ കാവടികളുടെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് കൂടി ഇതിൻ്റെ ഇടയ്ക്ക് കരച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചെണ്ടമേളം കണ്ടിട്ടാണ് കേട്ടോ നിന്നത്. ഇവർ വെച്ചിരിക്കുന്ന ഈ തൊപ്പികളില്ലേ, ആ സമയത്ത് നമുക്ക് ഈ തൊപ്പികളെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഭയങ്കര വെയിലാണ്. അതിനിടയ്ക്ക് കൂടിയാണ് നമ്മൾ ഈ നടന്ന് ഇതൊക്കെ കണ്ടു പോകുന്നത്. ഇതൊന്നും നമുക്ക് കാണാണ്ടിരിക്കാനും തോന്നുന്നില്ല.
അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഈ ചെവി ഉണ്ടല്ലോ എൻ്റെ പൊന്നേ, എങ്കിലും അവിടെ നിന്ന് മാറാനായിട്ട് നമുക്ക് പറ്റാത്ത അവസ്ഥയിലും ആയിപ്പോയി. ഇത് കാണാനും തോന്നിക്കൊണ്ട് അവിടെ അങ്ങനെ കണ്ടു നിൽക്കണം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ചേട്ടൻ്റെ തലയിൽ ഒരു മഞ്ഞ കളറിൽ തൊപ്പിയിരിക്കുന്നില്ലേ, ആഫ്രിക്കയിലൊക്കെ ഉള്ള ട്രൈബിൾസ് ഇല്ലേ, അവരിൽ ഒരാൾക്ക് മെയിൻ ആവണമെങ്കിൽ നമ്മൾ കാട്ടിൽ പോയി ഒറ്റക്ക് സിംഹത്തിനെ കുന്തം വെച്ച്, വേറൊരു ആയുധങ്ങളല്ല, കുന്തം വെച്ചിട്ട് സിംഹത്തിനെ വേട്ടയാടിയിട്ട് അതിൻ്റെ ആ ഒരു ഹെയർ ഇല്ലേ അത് വെച്ചിട്ട് തൊപ്പി ഉണ്ടാക്കി അവിടെയൊക്കെ നടക്കുന്നതായിട്ട് നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. അപ്പം നമ്മുടെ ഈ ചെണ്ട ടീമിൻ്റെ മെയിൻ ആളുകളായിരിക്കും കേട്ടോ ഈ തൊപ്പിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നത്. ഭയങ്കര എനർജിയിലാണ് കൊട്ടുന്നത്. നല്ല എനർജി ഉണ്ടായിരുന്നു വന്ന് കയറിയപ്പോൾ തന്നെ. തലേ ദിവസമാണെങ്കിലും ഇന്നും നല്ല എനർജിയിൽ തന്നെയാണ് കൊട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഞാനാണെങ്കിലും മിനിഹയുടെ ചെവി ഒരു കൈ കൊണ്ട് അടച്ചു പിടിച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഇത് കേട്ട് ചാടണോ അതോ അനങ്ങാണ്ട് നിൽക്കണോ എന്നുള്ള ടെൻഷനിലാണ് അവൾ നിൽക്കുന്നത്. അങ്ങനെ ദേ കുറച്ച് നേരത്തെ കൊട്ടലൊക്കെ കഴിഞ്ഞിട്ട് അവർ ക്ഷീണിച്ചത് അവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കണം. അപ്പോൾ അതിനിടയ്ക്ക് ഇത് ആനയുടെ പിണ്ടം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്മെല്ലും കുറച്ചുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ മാറ്റിയൊന്നും ഇട്ടിട്ടൊന്നുമില്ല, അവിടെ തന്നെ കിടക്കുകയാണ്. നമ്മുടെ അമ്പലപ്പറമ്പിൽ അങ്ങനെ തന്നെയാണല്ലോ, ആനയുടെ പിണ്ടം അവിടെ തന്നെയൊക്കെ ഉണ്ടാവും. നമ്മൾ നടന്ന് അമ്പലത്തിലേക്ക് എത്തുമ്പോഴേക്കും അമ്പലത്തിൽ നിന്ന് ഒരു ആന പോകുന്നതായിട്ട് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ ഒരു ആന പോലും ഇല്ല കേട്ടോ. അത് വലിയൊരു സമാധാനമാണേ, കാരണം ഇത്രയും ആളുകൾ തിങ്ങിയിട്ടാണ് അമ്പലത്തിൽ നിൽക്കുന്നത്. അതിനിടയ്ക്ക് ചൂടും വല്ലാതെ ഉണ്ട്. നമ്മുടെ അമ്പലത്തിലേക്കാണെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ശാഖയുടെ പോലും എത്തിച്ചേർന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും ആളുകളും കാവടികളൊക്കെ ആയിട്ട് വരാനുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ആനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാൻ കൂടി വയ്യ. അതൊരു കാര്യമാണെങ്കിലും നമുക്ക് രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ സമാധാനമായിട്ട് ഈ ഒരു അമ്പലത്തിലെ കാര്യങ്ങൾ കാണാനും പൂരങ്ങളൊക്കെ ആഘോഷിക്കാനായിട്ട് പറ്റൂട്ടാ. അല്ലെങ്കിൽ നമ്മൾ ഇതിനിടയ്ക്ക് ആനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, ആന പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള ടെൻഷനിൽ വേണം നമ്മൾ നിൽക്കാനായിട്ട്. പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ദേ അടുത്ത ശാഖയുടെ പൂരം നമ്മുടെ അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. കാരണം ദേ നമ്മുടെ ചിമ്പാൻസി അല്ലല്ലോ, ഗൊറില്ലയും പിന്നെ ടൈഗറാണോ ക്യാറ്റാണെന്നാണ് തോന്നുന്നത്. ക്യാറ്റും പിന്നെ പാണ്ടയും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കും കൂടി എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. മിൻഹക്കാണെങ്കിൽ ഇത് ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് പോയാൽ മതി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഓൾറെഡി കുട്ടികൾക്ക് ഈ ടെഡി ബെയറൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകുന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചിമ്പാൻസിനെയും ഗൊറില്ലിനെയൊക്കെ ഓർക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകാനൊരു പേടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ പേടിച്ചാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ചിമ്പാൻസി ഗൊറില്ല പേടിപ്പിക്കുമോ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ക്യാറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ക്യാറ്റ് അവിടെ പാവമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. കുട്ടികളാണെങ്കിൽ ഇത് ചുറ്റും കൂടിയിട്ടുണ്ട് കേട്ടോ. കണ്ടപ്പോൾ തന്നെ അമ്പലത്തിൽ നിന്ന് ഓടി വന്നിരിക്കുകയാണ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഓടി നടന്നാണ് കുട്ടികൾ ഇതേ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ക്യാറ്റാണെങ്കിൽ നിന്ന് തരികയാണ്, നമ്മൾ കെട്ടിപ്പിടിക്കൽ ഉമ്മ തരലേക്കാണ് കേട്ടോ. അതിനിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞെങ്കിലും തൊട്ടടുത്ത് എത്തിയപ്പോഴേക്കും എനിക്ക് ചെറിയൊരു പേടിയൊക്കെ വന്നിട്ടോ. കാരണം ആ നെഞ്ചത്തുള്ള ഗോറിലയുടെ പടം കണ്ടിട്ട് അത് കുറച്ചുകൂടി പേടി തോന്നിയത്. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മുടെ ക്യാറ്റ് ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ട് കുറച്ചൊക്കെ. അങ്ങനെ ക്യാറ്റ് നല്ല എൻജോയ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ കാണിക്കുന്നത്. അപ്പോൾ അതിനുള്ള അകത്തുള്ള ആളുകളെയും കൂടി നമ്മൾ സമ്മതിക്കണം കേട്ടോ ഈ ചൂടത്ത് അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ടാണ് ക്യാറ്റ് നമ്മൾ പറഞ്ഞു വിട്ടത്. നമ്മൾ നേരെ പാണ്ഡേടത്തേക്കും വന്ന് പാണ്ഡേ അങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. അപ്പോൾ മേറലിനും തുടർന്നെന്ന് പറഞ്ഞത് കരച്ചിലൊക്കെ മാറിയിട്ട് മേറലിന് നേരെ പാണ്ഡേയുടെ അടുത്തേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇനിയുള്ളത് നമ്മുടെ ഗൊറില്ലയാണ്. അതിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ പേടി കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഗൊറില്ല അതിലും ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും കെട്ടിപ്പിടിക്കലും കൈ കൊടുക്കലൊക്കെയാണ് കേട്ടോ. അങ്ങനെ നേരെ ഗൊറില്ലയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഗൊറില്ലയുടെ അടുത്ത് പോയപ്പോഴേക്കും ദേ അനങ്ങാണ്ട് അങ്ങനെ നമുക്ക് നിന്ന് തന്ന് നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത്. മിൻഹയ്ക്ക് ചെറിയൊരു പേടി ഇടയ്ക്ക് വന്നിട്ടാ. അപ്പോൾ ദേ റോഡൊക്കെ ചെറിയ രീതിയിൽ ബ്ലോക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം അമ്പലത്തിലേക്ക് കയറ്റാനൊക്കെ ആയിട്ട് നമ്മൾ ഈ സൈഡിലേക്ക് നീങ്ങി നിന്നും ദേ കരിമ്പിൻ്റെ ജ്യൂസിൻ്റെ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തണൽ നോക്കി ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ഇത് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കണതൊക്കെ നോക്കി അങ്ങനെ നിന്നപ്പോഴേക്കും ദേ ചേട്ടന് പരിചയമുള്ള ഒരാൾ വേഗം വന്ന് നമുക്കിത് ഈ കോളിഫ്ലവറിൻ്റെ ബജ്ജിയും പിന്നെ കരിമ്പിൻ്റെ ജ്യൂസൊക്കെ വാങ്ങിച്ച് തന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവരവിടെ അങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ അങ്ങനെ അനങ്ങാണ്ട് നിൽക്കുകയാണ്. എന്നാൽ പിന്നെ അമ്പലത്തിനകത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോയി കാവടിയാട്ടമൊക്കെ അങ്ങനെ കാണുകയാണ് കേട്ടോ. കുറേ നേരം അതിൻ്റെ അകത്ത് കൂടി ഇടക്ക് കൂടിയൊക്കെ നടന്ന് അങ്ങനെ കുറേ നേരം കാവടിയാട്ടമൊക്കെ കണ്ടേ. അവിടെ നിന്ന് ഇവിടുന്നു കാവടിയും ബഹളവും തിക്കും തിരക്കും പൂരെന്ന് തന്നെ പറയാം.
നമ്മുടെ സെൻട്രൽ ശാഖയുടെ പൂരവും കൂടി അകത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആളുകൾ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. കാവടിയും ഒരുപാട് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത് നോക്കിക്കൊണ്ടിരിക്കാനൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കലാരൂപം നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. കാവടികളുടെ എണ്ണം കൂടി ആളുകളുടെ എണ്ണം കൂടി അങ്ങനെ ആഘോഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ നമുക്ക് ഇതിനിടയിൽ നിർത്തുക എന്ന് പറയുന്നത് ഇനിയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തിരക്കുകൾ ഇനിയും വരുന്നതിന് മുന്നേ തന്നെ പുറത്തേക്ക് ഇറങ്ങാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇതിനിടയിൽ കൂടി തന്നെയാണ് പുറത്തേക്കുള്ള വഴിയും. നമ്മുടെ വണ്ടി ആ സൈഡിലായതുകൊണ്ട് നമ്മൾക്ക് വന്ന ആ വഴി കൂടി തന്നെ വേണം പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വിഷമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ശരി 1-2 കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ച് കൊടുത്ത് അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ മിൻഹ പറയുന്നത് ഇതേ ആന ഇവിടെ എല്ലാം അപ്പിയിട്ട് കൊളാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പുല്ലാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല. അവളുടെ വീട്ടിൽ ആന പിണ്ട് വിട്ട് വെച്ചിരിക്കുകയാണെന്ന്. ആനയുടെ പിണ്ട് അല്ല, അത് പുല്ല് ഉണങ്ങിയിട്ട് അങ്ങനെ ആയിരിക്കുന്നതാണെന്ന് പറഞ്ഞ് തിരുത്തുമ്പോഴേക്കും ഈ സൈഡിലേക്ക് നോക്കുമ്പോഴേക്കും ഉണ്ടല്ലോ ആളുകൾ പറമ്പിൽ ഇങ്ങനെ എന്തൊക്കെയോ തിരയുന്നത് പോലെ കുഴിച്ചും തിരിച്ചും മറിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. അപ്പോൾ ഇത് ആരോട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പ്രത്യേകിച്ച് ആരും അങ്ങനെ കണ്ടില്ലട്ടാ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നോക്കി നിന്നപ്പോഴേക്കും എന്തോ ഒരു ചെടി പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ചേമ്പല പോലത്തെ ഒരു ചെടിയാണ് പറിച്ചുകൊണ്ട് പോകുന്നത്. ആളുകൾ അങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് നമ്മൾ നോക്കിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇത് താമരയുടെ വിത്തെങ്ങാണ്ടാണ് പറിച്ചേക്കുന്നത്. അപ്പം നമ്മളൊരു ചേച്ചിയോട് ചോദിച്ചപ്പോഴേക്കും ആണ് പറഞ്ഞത് ആമ്പലിൻ്റെ വിത്താണത്. പണ്ട് ഇവിടെ ആമ്പൽക്കുളമായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിപ്പോയപ്പോഴേക്കും അതിങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ അതിൻ്റെ വിത്ത് അതിൻ്റെ അടിയിലുണ്ടെന്ന് പറഞ്ഞ് കുഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ഈ ഒരു ആനേനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തറവാട്ടിൽ വന്ന് കുളിച്ച് കുട്ടപ്പനായിട്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ ആ ഒരു നോട്ടം കണ്ടപ്പോൾ തന്നെ ഞാൻ ഇച്ചിരി അകലം വലിച്ച് നിൽക്കുകയാണ് കേട്ടോ. വേഗം പോവാന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ചേട്ടനെ. അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ വീണ്ടും കുളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാരണം കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവന് വീണ്ടും പൂരത്തിന് വേണ്ടി പോകേണ്ടതാണ്. ഈ ഒരു കുളിയും കൂടി കഴിഞ്ഞിട്ട് വേണം അവന് സുന്ദരനായിട്ട് നെറ്റിപ്പട്ടമൊക്കെ ചുറ്റിയിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവേണ്ടി തന്നെ ചെയ്യണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീണ്ടും അമ്പലത്തിലേക്ക് വരികയാണ് കേട്ടോ. ഇവിടെ വരുമ്പോഴേക്കും പറഞ്ഞതുപോലെ തന്നെ സുന്ദരനായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ആ ഒരു നോട്ടം വീണ്ടും അവൻ നോക്കിയിട്ടാ. തിരിഞ്ഞൊക്കെ നോക്കിയത് കണ്ടതോടെ ഞാൻ അവിടെ നിന്ന് വീണ്ടും പുറകിലേക്ക് മാറി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ചെണ്ടമേളത്തോടു കൂടി അമ്പലത്തിലേക്ക് പോവുകയാണേ. നമ്മളും വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. രാത്രി ഇവിടുന്ന് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും കാവടി അമ്പലത്തിലേക്ക് ഉണ്ടാവും കേട്ടോ. രാത്രി പൂരമാണ്. അപ്പോൾ അതിനൊന്നും നമുക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ ഓർത്ത് വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ്. കാരണം കുട്ടികൾ ഇപ്പം തന്നെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി മിൻഹ ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നത് കാരണം മിൻഹ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിത് ഇവിടെ നിന്ന് 2 ആളെയും തൂക്കി പിടിച്ച് വീട്ടിലേക്ക് പോവുമായിരുന്നേ. പോയി ഒരു 10-11 മണിയായതോടെ ചെണ്ടമേളവും പാട്ടും ഡാൻസും ലൈറ്റും ഒക്കെ കൂടി ആയപ്പോഴേക്കും നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റാതായിട്ടാ. കാരണം അപ്പോഴേക്കും ഇവർ ബഹളമായി തുടങ്ങി. അമ്മ പൂരത്തിന് പോകാം, പോവാം കാവടി കാണാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീടിന് താഴേക്ക് നോക്കിയപ്പോൾ തന്നെ ഇവിടെ കാവടികൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ പിന്നെ നമുക്കും വീടിനകത്ത് തന്നെ ഇരിക്കാനായിട്ട് തോന്നില്ല. നമ്മളും അതിൻ്റെ ഒപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങി. നമ്മളപ്പോൾ ഇത് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഇതിൻ്റെ ഭംഗിയും ആവേശവും കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ സെൻട്രൽ ശാഖയുടെ പൂരവും ഈ ഭാഗത്ത് കാണുന്നത് ശ്രീമുരുക ശാഖയുടെ പൂരവുമാണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിമുട്ടിയിരിക്കുന്നത് കാരണം കുറച്ച് നേരം അവർ അങ്ങനെ റെസ്റ്റൊക്കെ എടുത്തിരിക്കുകയാണ്. സെൻട്രൽ ശാഖയുടെ പൂരം പോയതിന് ശേഷമാണ് ശ്രീമുരുക ശാഖയുടെ പൂരം ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുള്ളൂ കേട്ടോ. കുറച്ച് നേരം നമ്മളങ്ങനെ നോക്കിയതിന് ശേഷം നമ്മൾ സെൻട്രൽ ശാഖയുടെ ഏരിയയിലേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോഴാണ് നമ്മുടെ ചെണ്ടക്കാരൊക്കെ അവിടെ റെസ്റ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു രഥം കാണുന്നുണ്ട്. ആനക്ക് പകരമായിട്ടാണ് ഈ രഥമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ നല്ല കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ ഈ കാവടി ഉണ്ടല്ലോ അതൊരു രക്ഷയില്ല കേട്ടോ. നല്ല ഭംഗിയാണ് രാത്രിയിൽ കാണാനായിട്ട്. അപ്പോൾ ആ ചെണ്ടമേളത്തോടൊപ്പം തന്നെയാണ് അതിൻ്റെ ലൈറ്റുകളും അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാവടിക്കെല്ലാം നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് മുകളിൽ കൂടി പോകുന്ന ലൈനുകളിലെല്ലാം മുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ചേട്ടൻ വന്ന് കമ്പ് വെച്ചിട്ട് പൊക്കി കൊടുക്കുമ്പോഴേക്കാണ് അത് ഇപ്പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വരിയായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് നമ്മുടെ ഇവിടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കറണ്ട് പോയപ്പോഴേക്കുമാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റുന്നത്. ഇതുപോലെ ആ ലൈൻ കമ്പികൾ പൊക്കി വെച്ച് കൊടുത്ത് ഹെൽപ്പൊക്കെ ചെയ്തിട്ടാണ് അതിനെ ഇപ്പുറത്തേക്ക് കടത്തുന്നത് കേട്ടോ. അപ്പോൾ 2 ശാഖയും കൂടി കൂട്ടിമുട്ടിരിക്കുന്നത് കാരണം ഭയങ്കര തിരക്കാണ് കേട്ടോ ഇതിനിടയ്ക്ക്. നമ്മൾ രാവിലെ കണ്ടതുപോലെ തന്നെ കാവടിയും ബഹളവും ചെണ്ടമേളവും ആളുകളൊക്കെ കൂടി നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. ഈ രാത്രി പോലെ അമ്പലത്തിലെത്തുമ്പോഴേക്കും എന്തായാലും 1 മണി കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കാണെങ്കിൽ അത്ര നേരം പോകാനും ഈ ദൂരം നടന്നു പോകാനും പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് ഈ പൂരങ്ങളൊക്കെ കാണുന്നത്. ഇത് രാത്രി 12 മണിയാണ് കേട്ടോ. അപ്പം മിൻഹ ഏറെക്കുറെ ഇറങ്ങിയിട്ടുണ്ട്. മേറലാണെങ്കിൽ ഉറങ്ങാനായിട്ടുള്ള ബഹളത്തിലാണ്. അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോഴേക്കും ബൈ.